അപ്പോൾ നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം എളിയദാസിന് ദൈവം തന്ന ഒരു സന്ദേശമാണ്. അത് ഈ കാലഘട്ടത്തോട് സംസാരിക്കാൻ വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ദൂതൻ ഞാൻ പലയിടങ്ങളിൽ പങ്കുവെച്ചു. എന്നാൽ ഇന്ന് വീണ് കിട്ടിയ ഒരു ഇടവേളയ്ക്കകത്ത് കർത്താവിനോട് ചോദിച്ചെന്താണ് പല സന്ദേശങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ തികട്ടിയെങ്കിലും പെട്ടെന്ന് ദൈവം തന്ന നിയോഗം ഇതിനെക്കുറിച്ച് തന്നെ പറയാൻ വേണ്ടിയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുകയാണ്, കാലങ്ങളെക്കുറിച്ച് കാണുകയാണ്. അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുക? അവിടെ ഫോർ എവറിങ് there is a season and a time for every matter under the heaven. നോക്കൂ, for everything there is a season and a time for every matter. എല്ലാത്തിനും ഒരു സീസണുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട്. നോക്കൂ, കാലങ്ങൾ എല്ലാവർക്കും ദൈവം അനുവദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 4 കാലങ്ങളാണുള്ളത്. എന്താണ്? വസന്തമുണ്ട്, വർഷമുണ്ട്, ഫോളുണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ഇല പൊഴിയുന്നൊരു കാലമുണ്ട്, വസന്തത്തിൻ്റെ പുഷ്പിക്കുന്ന ഒരു കാലമുണ്ട്, പിന്നെ വേനലിൻ്റെ ഒരു കാലമുണ്ട്, പിന്നെ ശൈത്യത്തിൻ്റെ ഒരു കാലമുണ്ട്. 4 കാലങ്ങളാണ് പൊതുവെ. യൂറോപ്പിലൊക്കെ അത് കൃത്യമായിട്ട് കാണാം. ശൈത്യവും വേനലും ഓട്ടവും സ്പ്രിങ്ങും ആയിട്ട് കാണും. നമുക്കിവിടെ 2 കാലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, വർഷകാലവും വേനൽക്കാലവും ഒക്കെയാണ്. അന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ഇപ്പോൾ ഏതാണ്ട് വർഷകാലം തുടങ്ങുന്നു, ഇടവപ്പാതി ആരംഭിക്കുകയാണ്. എന്നാൽ കാലങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. വൈരുദ്ധ്യങ്ങളുടെ കാലങ്ങളാണ് മനുഷ്യന് കടന്നു പോകുന്നത്. ആ വൈരുദ്ധ്യങ്ങളുടെ കാലങ്ങളെക്കുറിച്ച് സഭാപ്രസംഗി പറയുന്നു. ജനിപ്പാനൊരു കാലമുണ്ട്, മരിപ്പാനൊരു കാലമുണ്ട്. കാലം, ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം. ജനിക്കുന്നൊരു കാലമുണ്ടെങ്കിൽ മരിക്കുന്ന ഒരു കാലമുണ്ട്. മരണം അത് കഴിഞ്ഞ് നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, അടുത്തത് ഇടിച്ചു കളയാനൊരു കാലം, പണിയാനൊരു കാലം. പക്ഷേ പെട്ടെന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടിച്ചു കളയാൻ എളുപ്പമാണ്, പണിയാൻ എന്താണ്? പാഴമാണ്. മലയാളി ഏറ്റവും കൂടുതൽ പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്, ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ മരട് ഫ്ലാറ്റ് ഇടിക്കുന്നതാണ്. മരട് ഫ്ലാറ്റ് ഇടിച്ചു കളഞ്ഞപ്പോൾ എവിടെ ഇരിക്കുന്നവർക്കും ആവേശമായിരുന്നു. ഇടിക്കട്ടെ, കടൽ കായൽ കൈയേറിയവർക്ക്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ എന്ത് രസമാണ്. പക്ഷേ ഫ്ലാറ്റിലുള്ളവരുടെ ചങ്കിനകത്ത് നീരാണ്. നിയമം ലംഘിച്ചു എന്നുള്ളതൊക്കെ മറ്റൊരു സത്യം. എങ്കിൽ പോലും അതൊന്നും അറിയാതെ അതിനകത്ത് ചേക്കേറിപ്പോയ ഒത്തിരി പേരല്ലേ. ഇടിക്കാൻ ഒരു JCB മതി, പണിയാനോ ഒത്തിരി പാടാണ്. 55 വർഷം മുമ്പ് 1966 ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു സന്ദർശനം ഉണ്ടായപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ സുഖപ്പെട്ടപ്പോൾ അന്ന് ജീവനോടെ അതിന് സാക്ഷ്യം വഹിച്ച ഏക പ്രിയപ്പെട്ടവനാണ് ജയമോൻ ചാന്. അദ്ദേഹം ഈ വലിയ മഹാസംഗമത്തിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ദൈവം കൊണ്ടുവന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു ഉണർവിന് സാക്ഷ്യം വഹിച്ച ഏക വ്യക്തി അദ്ദേഹമാണ്. അന്ന് അമ്മച്ചിക്ക് സൗഖ്യമായതിനു ശേഷം മിലിറ്ററിയിലായിരുന്ന എൻ്റെ പിതാവ് അതിലിഷ്ടപ്പെടാതെ മരിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപമാനം, കുടുംബത്തിന് അപമാനം, സമൂഹത്തിന് അപമാനം. കാരണം വിശ്വാസം, പെന്തക്കോസ്ത്. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ ഒരു 3 ദിവസം ഉപവാസം നടക്കുന്നു, നീ ചാകാൻ വരട്ടെ, നമുക്ക് ഏതായാലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് നോക്കാം. ഇന്നൊരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക, എന്തെങ്കിലും നിനക്ക് തോന്നിയാൽ തുടരാം, അല്ലെങ്കിൽ പോട്ടെ നിർത്തിയേക്കാം. അങ്ങനെ സമാധാനം പറ്റിയിരുന്നു. പക്ഷേ ഇരുന്നപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇരുന്നത്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. കയ്യിലുണ്ടായിരുന്ന കുപ്പിയെല്ലാം കളഞ്ഞ്, സിഗരറ്റെല്ലാം കളഞ്ഞ്, കയ്യിലുണ്ടായിരുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു 1-2 ബെൽറ്റ് വാൾ ഉണ്ടായിരുന്നു, 4-5 പിച്ചാത്തി ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. പൊട്ടക്കിണറ്റി ഇട്ടിട്ട് ഒറ്റ ഇരിപ്പിരുന്നു. ആ ഇരിപ്പിൽ പ്രിയ ജയമോഹൻ ചാൻ തന്നോട് ദൂത് പറഞ്ഞു, പ്രവചിക്കാൻ തുടങ്ങി. പ്രവചനത്തിൻ്റെ വളരെ ചെറുപ്പമായിരുന്ന കുഞ്ഞ്, ഇന്നദ്ദേഹം 55 വർഷം മുമ്പ് എത്ര കാണും, വളരെ ഈ കൊച്ചി പിള്ളേരെ പോലെ, താഴെ ഇരിക്കുന്ന പിള്ളേരെ പോലുള്ളൊരു പ്രായം. അദ്ദേഹം തന്നോട് പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിച്ചതെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങൾ പബ്ലിക്ക് പറഞ്ഞു. നിന്നെ ഞാൻ ഉപയോഗിക്കും, നിന്നെ ഞാൻ കത്തുദാസനാക്കും, ഇതെല്ലാം കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ലോകത്താർക്കും അറിയാത്ത ജീവിതത്തിൻ്റെ രഹസ്യ ഏടുകളെല്ലാം ചെവി പറഞ്ഞു. ഈ കൊച്ചിന് ലോകത്തറിയാൻ വയ്യാത്ത രഹസ്യങ്ങൾ. പരിശുദ്ധാത്മാവിന് ഭയങ്കര വിവേചനമാണ്. പരിശുദ്ധാത്മാവ് രഹസ്യത്തിൽ പറയേണ്ടത് രഹസ്യത്തിൽ പറയും, പരസ്യത്തിൽ പറയേണ്ടത് പരസ്യത്തിൽ പറയും. ആ കൊച്ചു പയ്യൻ്റെ വിവേചനം പപ്പായെ ചിന്തിപ്പിച്ച് കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് 55 വർഷങ്ങൾക്ക് ശേഷം ഈ അനുഗ്രഹീത യോഗത്തിൽ ഒരു സുവിശേഷകനായി, പ്രഭാഷകനായി ദൈവം തന്നെ കൊണ്ടുവന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ പണിയാനൊരു കാലമുണ്ട്, ഇടിക്കാനൊരു കാലമുണ്ട്. പക്ഷെ നമ്മൾ പണിയുന്നവരായി മാറുക. നോക്കൂ, കരയാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിപ്ലവിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ല് പിറക്കി കളയാനൊരു കാലം, കല്ല് പിറക്കി കൂട്ടാനൊരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാക്കാൻ ഒരു കാലം, കൂട്ടിവെക്കാനൊരു കാലം, എറിഞ്ഞു കളയാനൊരു കാലം. കൂട്ടിവെക്കുന്നവരൊക്കെ ഓർക്കുക, എറിയാനൊരു കാലമുണ്ട്, സമ്പാദിക്കാനൊരു കാലം, നഷ്ടമാക്കാനൊരു കാലം, സ്നേഹിപ്പാനൊരു കാലം, നോക്കൂ, ദോഷിപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം, നോക്കൂ, മിണ്ടാതിരിപ്പാൻ ഒരു കാലം. അങ്ങനെ കാലങ്ങൾ വൈരുദ്ധ്യങ്ങളിലൂടെ പോവുകയാണ്. എല്ലാത്തിനും ഒരു കാലമുണ്ട്, മനുഷ്യനുമുണ്ട് കാലം. അതുകൊണ്ടാണ് നാം പാട്ട് പാടുക, എൻ പ്രയാണ കാലം
4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. അതിനകത്ത് 4 കാലങ്ങൾ: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ആ കാലങ്ങൾ പെട്ടെന്ന് മാറും. അതിനകത്ത് മനുഷ്യന് ഇഷ്ടമുള്ളൊരു കാലമുണ്ട്. ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്. ഇതെല്ലാം മനുഷ്യർക്ക് ഇഷ്ടമാണ്. എന്നാൽ ഇഷ്ടമില്ലാത്തൊരു കാലം വരും. അതാണ് സഭാപ്രസംഗി പറയുന്നത്. യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് ആരെ അറിയുക? സൃഷ്ടാവിനെ അറിയുക. എന്തുകൊണ്ടെന്നാൽ നിനക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന ഒരു കാലം വരും. അന്ന് ബലവാന്മാർ കുനിയും, വീട്ടുകാവൽക്കാർ വിറയ്ക്കും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. എന്നിട്ട് മുമ്പോട്ട് പോകും. പറയുകയാണ്, ആ കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കഥകൾ അറിയും എന്ന്. വേണ്ട, ആ കാലങ്ങൾ പോകുകയാണ്. ബദാംവൃക്ഷം പൂക്കും, വെള്ളിച്ചെട അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ ചക്കരം ഉടയും. അപ്പം മനുഷ്യന് ഏറ്റവും വലിയ കാലം, നല്ല കാലം, ജീവിതത്തിൻ്റെ കാലങ്ങൾ: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിൽ ഏറ്റവും നല്ലൊരു കാലമാണ് യൗവനകാലം. യൗവനകാലത്തിൻ്റെ പ്രത്യേകത എല്ലാത്തിനോടും ഇഷ്ടമുള്ള കാലമാണ്. യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവൻ. എന്തുകൊണ്ടെന്നാൽ നിനക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന ഒരു കാലം വരും. ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം വരും. അതുകൊണ്ട് കോൺട്രാസ്റ്റാണ്, വൈരുദ്ധ്യമാണ് യൗവനവും വാർദ്ധക്യം തമ്മിൽ. ഭയങ്കര വൈരുദ്ധ്യത്തിൻ്റെ കാലം. എന്നാൽ യൗവനക്കാരെ, യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ഇഷ്ടമില്ലാത്തൊരു കാലം വരും. അന്ന് ബലവാന്മാർ കുനിയും, കൈകാലുകൾ വിറയ്ക്കും. വചനം പറയുന്നു, എനിക്ക് വേദപുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്: നെബോ കുനിയും ബാലു വണങ്ങ് എന്ന് പറഞ്ഞ് അന്നത്തെ ആ ബാബിലോണ് സമൂഹത്തിൽ അവർ കാണുന്നു. ചിലതൊക്കെ അവരെടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ തല വിഷമിച്ച് കഴിച്ചപ്പോൾ അവിടെ പുറത്തിരുന്നത് കുനിഞ്ഞു. ഇത് കണ്ടുകൊണ്ട് പ്രവാചകൻ പറയുന്നു, എന്നാൽ നരയ്ക്കുമ്പോൾ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നരയ്ക്കുമ്പോൾ ചുമക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരോഗ്യമുള്ളപ്പോൾ, ആയുസ്സുള്ളപ്പോൾ, ഉയിരുള്ളപ്പോൾ, കൈക്ക് ബലമുള്ളപ്പോൾ ഈ പുസ്തകം ചുമന്നാൽ നരയ്ക്കുമ്പോൾ നമ്മെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. പള്ളിഭാഗം ദൈവസഭയിൽ ഇന്ന് ഇരുന്നു കൊണ്ട് റീജിയണൽ കൺവെൻഷനിൽ പങ്കുചേർന്നിരിക്കുന്നവരെല്ലാം കരങ്ങളിൽ പുസ്തകം എടുത്തുനിന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, ഈ പുസ്തകമാണ് നമ്മെ ചുമന്നത്, ഈ പുസ്തകമാണ് നമ്മെ ഇവിടം വരെ കൊണ്ടുവന്നത്. ഈ പുസ്തകം ചുമന്നാൽ ഒരു ഗുണമുണ്ട്: നരയ്ക്കുമ്പോൾ തമ്പുരാൻ നമ്മെ ചുമക്കും. പാവം ആശാരി ഉപദേശി അമേരിക്കയിൽ ഇറങ്ങിയപ്പോൾ പുസ്തകം എടുത്ത് തലേ വെച്ചുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ചവിട്ടി ഇറങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. ഒറ്റക്കാരിയോ പാവം പിടിച്ചവനെ ഒരിക്കൽ ചുമന്നത് കൊണ്ട് പിന്നെ തമ്പുരാൻ ചുമക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് മറ്റ് ചിലത് ചുമന്നാൽ, രാഷ്ട്രീയത്തിന് വേണ്ടി കൊടി പിടിച്ചാൽ, നാളെ രാഷ്ട്രീയക്കാരുടെ പ്രായമാകുമ്പോൾ അവർ യുവശക്തിക്ക് അവസരം കൊടുക്കുക, വയസ്സന്മാർ ഇറങ്ങിപ്പോകുക എന്ന് പറയാൻ വേണ്ടി അവർ പാർട്ടി കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിക്കും. വൃദ്ധരെല്ലാം ഇറക്കി വിടണം. എന്നാൽ തമ്പുരാൻ്റെ ഒരു പ്രത്യേകത, വാർദ്ധക്യത്തിൽ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ 15 ഏറെ വർഷമായി പ്രിയപ്പെട്ട അമ്മായി അസ്വസ്ഥതയാണ്. എത്രയോ വർഷം പ്രാവശ്യം മരിച്ചുപോയെന്ന് ഓർത്തതാണ്, കിടപ്പിലായെന്ന് ഓർത്തതാണ്. ഇതിന് മുമ്പ് ഈ കോവിഡിൽ ബ്രെയിൻ ട്യൂമർ വന്ന് ഓപ്പറേഷൻ ചെയ്ത് അച്ഛൻ പോയെന്ന് എല്ലാവരും ഓർത്തതാണ്. എന്നാലും ഒരു കാര്യം സത്യമാ, നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവം ഇന്ന് ഇവിടെ കൊണ്ട് ഇരുത്തിയത് ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. എന്താ കാര്യം? ആയപ്പോൾ പുസ്തകം ചുമന്നു. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ മക്കളോടും പറയട്ടെ, കർത്താവിൻ്റെ വേല ചെയ്യണം. എപ്പോൾ ചെയ്യണം? ആരോഗ്യമുള്ളപ്പോൾ ചെയ്യണം. സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾ കൂടിയപ്പോൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം, കുറേ പേർ ടി എബ്രഹാം പാസ്റ്റർ മരിച്ചു, ഓർക്കുന്നു. ഇന്ന് റീജിയണൽ കൺവെൻഷനിൽ ഏറ്റവും കൂടുതൽ സജീവമായി എന്നോടൊപ്പം ഉറക്കളച്ച് എല്ലാത്തിനും നിൽക്കേണ്ട ഒരാളുണ്ടായിരുന്നു, ജെമിശാൻ കർത്താവിൻ്റെ സന്ധി വിശ്രമിക്കുന്നു. ഓരോരുത്തരായിട്ട് പോകുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അടുത്ത ആ ഗ്യാപ്പ് നികത്താൻ ആളില്ല. അതൊരു വലിയ അപജയമാണ്. അടുത്ത 15 വർഷം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സഭകളിൽ ഒരു പാസ്റ്റർ മാസത്തിലൊരിക്കൽ വിസിറ്റ് ചെയ്യേണ്ട ചില അവസ്ഥകളിലേക്ക് സഭ മാറും. എന്നാൽ അതിനു മുമ്പ് യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് പുസ്തകമെടുത്ത യൗവനം കുനിയോ. ഹല്ലേലൂയ. അന്ന് ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുക, ബാല്യം ജീവിതം മായയാണ്, അത് വേഗത്തിൽ പോകും. എന്നാൽ എനിക്ക് ആരോഗ്യമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ യൗവനത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇഷ്ടമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും മക്കളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് ചിന്തിക്കേണ്ട, നിങ്ങളിപ്പോൾ മക്കളായി എന്ന് ചിന്തിക്കേണ്ട. ഇവരൊക്കെ ജോലി കളഞ്ഞിട്ട് വന്നവരാണ്. എത്ര വയസ്സിലാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി? അപ്പം അച്ഛന് മിലിറ്ററി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചേ?
38-ാമത്തെ വയസ്സിൽ അച്ഛൻ പലപ്പോഴും ആ സാക്ഷ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. മക്കൾ ചെറുതാണ്, അവരെയൊക്കെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള ചിന്തയിൽ, എന്നാൽ ജോലി കളഞ്ഞിറങ്ങി കർത്താവ് ഇന്ന് വരെ ഒരു കുഴപ്പവും നടത്തിയില്ല. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒരു നിമിഷം കരമുയർത്തിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, എൻ്റെ പൊന്നു മക്കളെ കർത്താവിൻ്റെ വേല ചെയ്യണം, എൻ്റെ പൊന്നു മക്കളെ കർത്താവിൻ്റെ വേല ചെയ്യണം. ഇന്ന് നിങ്ങൾ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദൈവം ഒരു അവസരം തന്നാൽ കർത്താവിന് വേണ്ടി ഇറങ്ങി ഒരു പൂർണ്ണ സമയ വേലക്കാരനാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണോ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് ചെറിയൊരു ആഗ്രഹമല്ല, വലിയൊരു ആഗ്രഹമാണ്. ദൈവം അതിനെ മാനിക്കുന്ന ദൈവമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, നല്ല കർത്തദാസന്മാർക്ക് ജീവിത പങ്കാളികളാകുവാൻ അവർക്ക് വേണ്ടി ഏറ്റവും വലിയ അവരുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ വിജയമെന്ന് പറയുന്നത് അവരല്ല. അവരെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു ഭാര്യ അലട്ടിയാൽ അവരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ കർത്തദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ടെങ്കിലേ അവർക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലക്കാരാകുവാൻ സഹോദരിമാരെ ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എനിക്ക് സുവിശേഷ വേലയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ട്. അങ്ങനെ തീരുമാനിക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ കർത്തവേലക്കാരാകാൻ, കർത്തവേല ചെയ്യുവാൻ സമർപ്പിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യൗവനം മായ, അത് വേഗം മാറും. എന്നാൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അകത്തും പുറത്തുമായി സമർപ്പിക്കപ്പെട്ട മുഴുവൻ പേരെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർക്ക് അതിനുള്ള അവസരങ്ങളും കണക്ഷൻസും അഭിഷേകവും ദൈവം കൊടുത്ത് മാനിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കാലം വേഗത്തിൽ പോകും, യൗവനം വേഗത്തിൽ പോകും, എല്ലാം മായ. എന്നാൽ യൗവനക്കാരാ, ശരീരം കുനിയുമ്പോൾ നിന്നെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൗവനം മായയാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഭൂമിയിൽ എല്ലാത്തിനും കാലമുണ്ട്. എന്നാൽ കാലങ്ങൾ വൈരുദ്ധ്യങ്ങളാണെങ്കിലും കാലങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേദപുസ്തകത്തിലൂടെ പെട്ടെന്ന് കടന്നു പോകുമ്പോൾ ഈ ദിവസങ്ങൾ എന്നെ ധ്യാനിപ്പിക്കുന്ന കുറേ ഭാഗങ്ങൾ. ഒന്ന് നോഹയാണ്. നോഹ ഒരു പെട്ടക പണിയാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, പെട്ടകത്തിൽ കയറുന്നു. പക്ഷേ പെട്ടകം വെള്ളം പൊങ്ങുകയാണ്. വെള്ളപ്പൊക്കം എല്ലാവർക്കും അറിയാം. 2018 നമ്മെ ഭയപ്പെടുത്തുന്നു. ഇപ്പോഴും പൊങ്ങിയ വെള്ളം, ആ വെള്ളം ഭയങ്കര ഒരു വരവാണ്. അത് 3 ദിവസത്തെ വെള്ളം, 40 ദിവസത്തെ വെള്ളം പൊങ്ങിയപ്പോൾ എന്തായിരിക്കും? പെട്ടകം പൊങ്ങാൻ തുടങ്ങി, പെട്ടകം ഒലയാൻ തുടങ്ങി, പെട്ടകം മറിയാൻ തുടങ്ങി. ഈ പെട്ടകത്തിന് സ്റ്റിയറിംഗ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായും പെട്ടകത്തിലുള്ളവർ അലഞ്ഞു ഒലഞ്ഞു 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 ഒലഞ്ഞു. ജീവിതയാത്രയിൽ ഇങ്ങനെ വെള്ളപ്പൊക്കമല്ലാതെ തന്നെ ഒലഞ്ഞവരുണ്ട്. തളർന്നുപോയ ഭർത്താവിനെ കൊണ്ട് അലഞ്ഞ ഭാര്യയുണ്ട്. കിടപ്പിലായിപ്പോയ ഭാര്യയെ വർഷങ്ങൾ നോക്കിയ സഹോദരങ്ങളുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. അഡ്വക്കേറ്റ് സ്മിത ദീർഘവർഷങ്ങൾ പോയി പൊന്നു പോലെ നോക്കിയ ഒരു സഹോദരൻ. ജീവിതം ഇങ്ങനെ ഒലയും. ഓട്ടിസം വന്ന മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോടുന്നു, ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. 5 മിനിറ്റ് അവരുടെ കൈ പിടിച്ചാൽ ഈ കുഴവയ്ക്കകത്ത് കിടന്ന്, എന്താണ്, ആട്ടുകല്ലിൽ കുഴവയ്ക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് പോലെ ഈ മക്കളുടെ കൈ അവിടെ അകത്ത് കിടന്ന് കറങ്ങും. എന്താ കാര്യം? അവർക്ക് അടങ്ങിയിരിക്കാൻ അറിയില്ല. മക്കളെ കൊണ്ട് അലഞ്ഞവർ. എവിടെയോ ഒരു കല്യാണത്തിന് പോയപ്പോൾ കുറച്ച് നേരം ഒരു വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയ എൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. അവരുടെ പരാതിയുടെ പാണ്ടക്കെട്ട് 1 മണിക്കൂർ കൊണ്ട് ഗ്ലാസ് തല്ലി പൊട്ടിച്ചു. എൻ്റെ കുഞ്ഞിനെ തല്ലി. തീരുമാനിച്ചു, ഇനി ഞാൻ ആരെ ഏൽപ്പിക്കില്ല. ജീവിതം ഒലയുകയാണ്. ശുശ്രൂഷയിൽ ഒലഞ്ഞവരുണ്ട്. ഒരു മുറി പാസേജ് അകത്ത് ഒരായുസിൽ ഹോമിച്ചവർ. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ഈ പെട്ടകത്തിൽ അവർ ഒലയാൻ ഒരു കാലം, ഒടുവിൽ ആരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ച ഒരു കാലം. ഒലയാൻ ഒരു കാലമുണ്ടെങ്കിൽ, അലയാൻ ഒരു കാലമുണ്ടെങ്കിൽ, ഉറപ്പിക്കപ്പെടാൻ ഒരു കാലമുണ്ട്. ഒത്തിരി യാത്ര ചെയ്ത് അലഞ്ഞ് കാല് മുഴുവൻ നീരായി. ഒരു രാത്രി ഉറങ്ങാൻ കഴിയാതെ മസിൽ സ്പാസം വന്ന് വേദനപ്പെട്ട് ഞാൻ എൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ടീപ്പോയ കാല് കയറ്റി വെച്ച് തമ്പുരാനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കേട്ട ഒരു ശബ്ദമാണ്, നിനക്ക് ഞാനൊരു അരാരാത്ത് തരുമോ? അലയാനൊരു കാലമുണ്ടെങ്കിൽ ഉറപ്പിക്കപ്പെടാൻ ഒരു കാലമുണ്ട്. ജീവിതത്തിൽ ഏറെ അലഞ്ഞവരെ, ശുശ്രൂഷയിൽ ഏറെ അലഞ്ഞവരെ തമ്പുരാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവം ഒരു കാലം തരും, ഉറപ്പിക്കപ്പെടുന്ന ഒരു കാലം. ഇരുകരങ്ങൾ ഉയർത്തി ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. അമ്മച്ചിയെ നോക്കി ഉലഞ്ഞവർ, അമ്മായിപ്പനെ നോക്കി ഉലഞ്ഞവർ, ജീവിതത്തിലേറെ അലഞ്ഞവർ, ഉലഞ്ഞവർ, തമ്പുരാൻ പറയുന്നു, അതെ, there is a season for everything. കാലം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. കാലം മാറ്റുന്ന ദൈവം. മുമ്പോട്ട് പോകട്ടെ പ്രിയരേ, കാലം മാറ്റുന്ന ദൈവം.
അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മക്കളില്ലാത്തൊരു നീണ്ട 25 വർഷം മക്കളില്ലാതെ കടന്നുപോയി. എന്നാൽ പിന്നെ സാറായിയെ സന്ദർശിച്ചു. ദൈവം കൊടുത്ത അവധിക്ക് വാഗ്ദത്തം നിവർത്തിച്ചപ്പോൾ അവക്ക് മക്കളുണ്ടായി. ഇന്ന് വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുന്നു. ദാമ്പത്യത്തിൽ മക്കളില്ലാത്തൊരു കാലമുണ്ടെങ്കിൽ ദൈവ വാർദ്ധക്യത്തിൽ ആണെങ്കിൽ മക്കളെ കൊടുക്കുന്ന ഒരു കാലമുണ്ട്. മക്കളില്ലാത്ത ദമ്പതികളെ ദൈവാത്മാവ് ദൂത് പറയുക, നിങ്ങളുടെ കാലം ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ ഒപ്പം മക്കളെ കല്യാണം കഴിച്ച് അവർക്ക് മക്കളില്ല, നിങ്ങളുടെ കാലം മാറും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിനെ കാണണം. അടുത്തിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരിക്കുന്ന എന്നെ പഠിപ്പിച്ച ഒരു സാറ്, അദ്ദേഹത്തിൻ്റെ പേര് വി തോമസ് എന്നാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു. ഞങ്ങൾ രണ്ടും വളരെ അടുപ്പ്. എൻ്റെ പൊന്നു പാസ്റ്ററേ, മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു അദ്ദേഹത്തോട് പറയാ, ആ മക്കളുടെ കല്യാണം കഴിക്കൂ, അവർക്ക് മക്കൾ ഉണ്ടാകും. ആ മക്കളുടെ മൂത്രം നിങ്ങളുടെ മടി വീഴാതെ നിങ്ങൾ മരിക്കത്തില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരണം അദ്ദേഹം ഇപ്പം കണ്ടാൽ എന്നോട് പറയോ, ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ചെറിയൊരു സിമ്പിൾ ഭാഗമാണെങ്കിലോ ദൈവം നിങ്ങളുടെ സ്റ്റാറ്റസ് മാറ്റുന്ന ദൈവമാ. അലയാനൊരു കാലം, മക്കളില്ലാത്തൊരു കാലമുണ്ടെങ്കിൽ മക്കളെ കാണുന്ന ഒരു കാലം വരും. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, തമ്പുരാൻ പറയുന്നു കാലം മാറും, മക്കളെ നിങ്ങൾ കാണും, ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകും. അലയാനൊരു കാലം, ഉറപ്പിക്കപ്പെടാൻ ഒരു കാലം. എല്ലാവരും സ്തുതിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിച്ച് അലയാനൊരു കാലം, ഉറപ്പിക്കപ്പെടാൻ ഒരു കാലം. ഓ ഹല്ലേലൂയ. യാക്കോബിനെ നാം കാണുകയാണ്. യാക്കോബ് മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാം ഇസ്ഹാക്കിൻ്റെ ഒരു ഇസ്ഹാക്ക് കിണർ കുഴിക്കുകയാണ്. അപ്പം കുഴിച്ചതും ഫലസ്തീർ മണ്ണിട്ട് നികത്തിയതുമായ കിണർ വീണ്ടും കുഴിച്ചു. ഫലസ്തീർ ശണ്ടയ്ക്ക് വന്നു. ശണ്ട വന്നപ്പോൾ മാറിപ്പോയി അവിടെ വന്നു. ഒടുവിൽ അവൻ മാറി കുഴിച്ചു. അവിടെ ശണ്ടയ്ക്ക് വന്നില്ല. അവൻ ആ സ്ഥലത്തിന് പേരിട്ടു രഹബോത്ത്. ശണ്ടയുടെ ഒരു പഴക്കിൻ്റെ ഒരു ഞാൻ മേശക്കൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ട്, കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ട് എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ മിണ്ടി തുടങ്ങുമ്പോഴേ അവർ കലമ്പൽ തുടങ്ങുന്നു എന്ന തമ്പുരാൻ ഇന്ന് പകല് ദൂത് പറയുന്നു. രഹബോത്തിന്റെ ഒരു കാലം വരുന്നുണ്ട്. വീടിനകത്ത് ശണ്ട, എന്തിനും ഏതിനും വഴക്ക്, അസ്വസ്ഥതയുടെ കാലം, അകാരണമായ ഒച്ച. യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ ദൂത് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലൊരു കാലം വരുന്നു, രഹബോത്തിന്റെ ഒരു കാലം. യേശു സഭകളിൽ ശണ്ടകൾ, എന്തിനും ഏതിനും വഴക്കടിക്കുന്നവർ, ഒരു കാര്യം പ്രസംഗിക്കാൻ സംബന്ധിക്കാതെ എന്നും സഭകൾക്കകത്ത് ശണ്ടയുടെ ഒരു സീസൺ ഇട്ട ഒരു കാലമുണ്ടെങ്കിൽ ചില ലോക്കൽ ചർച്ചുകളെ നോക്കി ദൈവാത്മാവ് പറയുക, മാറ്റേണ്ടതിനെ മാറ്റി, നീക്കേണ്ടതിനെ നീക്കി രഹബോത്ത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ ദൈവദാസന്മാരും ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, ചില ശണ്ടകളുടെ ചരിത്രമുറങ്ങുന്ന ലോക്കൽ സഭകൾക്കകത്തേക്ക് ദൈവസഭ മാറി അതിനെ മാറ്റിയിട്ട് രഹബോത്തിന്റെ ഒരു കാലം നമ്മുടെ വീടുകളിൽ രഹബോത്തിന്റെ ഒരു കാലം. കരങ്ങൾ ഉയർത്തി പിടിച്ച് പറ, അതേ കാലം മാറും. രഹബോത്ത്, യേശുവിൻ നാമത്തിൽ രഹബോത്ത് വെളിപ്പെടട്ടെ. കുടുംബ വഴക്കുകൾ അവസാനിക്കപ്പെടട്ടെ. ചില ഡിവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബങ്ങൾക്കകത്തേക്ക് യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയുടെ നടുവില് രഹബോത്തിന്റെ സ്വസ്ഥത വെളിപ്പെടട്ടെ. ദഗനം ശകനം ദഗനം. ഇരുകരങ്ങളും ദൈവകരങ്ങൾ ശിരസിന്റെ മുകളിൽ ഉയർത്തി, ഇരുകരങ്ങളും ശിരസിന്റെ മുകളിൽ അടുത്ത് ചേർത്ത് അടിച്ച് അല്പസമയം പതർന്ന് പറയുക, രഹബോത്ത് 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 രഹബോത്ത്. യേശുവിന്റെ നാമത്തിലെ കാലം വരട്ടെ. ശകനം ഘടകം ദഗനം ദിഗനം രഗജ. യേശുവിന്റെ നാമത്തിൽ രഹബോത്ത് 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 രഹബോത്ത്. ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജാണ്. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശണ്ടയുടെ കാലം മാറട്ടെ, രഹബോത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ രഖ ദിഖ രഖ അദ്ദന ഹത്തന റിഖന ഭക്ഷണ വൈഡവരന്ത രഹബോത്ത്. രേഖം ധാരം ധേരം ധേരം റിഖം ധാരം വൈഡം ദഗനം ശകനം ദിഗനം രഗജം ദഗനം 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 അർക്കല ഹത്തന റിഖന ഭത്തന വൈഡവരന്ത രഗനം രഗജം രേഖ ഥാന രേഖ ഛേന ദേഖ ഥാന റിഖ ഥാന രഹബോത്ത് രഹബോത്ത് രഹബോത്ത്. രഹബോത്ത് രഹബോത്ത്. ഓ തീര രാജ രഗജ രന്ത രഖേ. ആരും അലക്ഷ്യമായി ഇരിക്കരുത്. എല്ലാവരും വിശ്വസിക്കുക.
മക്കളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല, ഇന്ന് പകൽ വിശ്വസിച്ച് സ്വീകരിക്കുക. നിന്റെ മക്കളെ നീ കാണും. കാലം മാറും. There is a season and we have a God who can change the season. ഇസ്ഹാക്കിന്റെ ജീവിതത്തിലെ രഹബോത്ത് വെളിപ്പെടുകയാണ്. മുമ്പോട്ട് പറയുന്ന പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഏറെ സ്നേഹിച്ച കുഞ്ഞ് ജോസഫിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. 17 വയസ്സ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, ജോസഫിന് 17 വയസ്സ് പ്രായമായപ്പോൾ അപ്പൻ്റെ ചേട്ടന്മാരെ പടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. അസൂയ മൂത്ത ചേട്ടന്മാർ ജോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. 17 വയസ്സുകാരൻ പൊട്ടക്കിണറ് പൊത്തിപ്പേർ. പിന്നങ്ങോട്ട് പോകുന്നു കാരാഗ്രഹം. 30-ാമത്തെ വയസ്സിൽ ഫറവോന്റെ മുമ്പാകെ കാലം മുമ്പോട്ട് പോയി. ആ സമയത്ത് ഇസ്ഹാക്കിൻ്റെ വീട്ടിലെന്തായിരുന്നു? ഇസ്ഹാക്ക് ഒരു ഉടുപ്പ് കിട്ടി. മരിച്ചുപോയെന്ന് പരുതപ്പെട്ട മകൻ്റെ ഉടുപ്പ്, ചോരപുരൻ്റെ ഉടുപ്പ്. മിലിറ്ററിക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഭൗതിക ശരീരം കൊടുത്തിട്ട് അവർ വളരെ ആദരവോടെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്നേരം ഉടുത്തിരുന്ന ഡ്രസ്സൊക്കെ. മരിച്ചുപോയ മക്കളെ ഉടുപ്പെടുത്ത് ഉമ്മ കൊടുക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. തലവനക്കീഴെ സൂക്ഷിച്ച് ഉമ്മ കൊടുക്കുന്ന അപ്പനും അമ്മയും. ആ ഉടുപ്പെടുത്ത് ഉമ്മ കൊടുത്തു. എൻ്റെ കുഞ്ഞെ അവസാനം ബെന്യാമിനും പോകുമോ പറഞ്ഞു, എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കാം. എൻ്റെ നരയ ദുഃഖത്തോടെ എൻ്റെ മുഖമാരി മൂടും. മക്കളെ ഓർത്ത് യാക്കോബ് കരഞ്ഞു. ഒടുവിൽ മകനയച്ച രഥം കണ്ട് ചൈതന്യപ്പെട്ടു. മാതാപിതാക്കളോട് ഇന്ന് പകല് ദൂത് പറയാ, മക്കളെ ഓർത്ത് കരയാനൊരു കാലമുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു കാലം വരോ. ഇതിനകത്ത് ഒത്തിരി മാതാപിതാക്കൾ കരയുന്നവരാ. ഇന്നത്തെ ശോചനീയാവസ്ഥയിൽ അവർ ദുഃഖിതരാ. അവരിന്ന് പ്രാർത്ഥിക്കുന്നില്ല. അവരുടെ പഠനത്തിൽ പുറകില്ല. അവർ വായിക്കാനും എഴുതാനും തുടങ്ങാത്ത കുഞ്ഞുമക്കൾ. പിന്നെന്ന് വേണ്ട, എവിടെയോ വൈകല്യങ്ങൾ, രഹസ്യമായ എന്തോ ബന്ധങ്ങൾ, പ്രണയക്കുരുക്കുകൾ, പ്രിയമുള്ളവരെ ലഹരിയുടെ ബന്ധനങ്ങൾ, വല്ലാതെ കരയുന്നവർ. പക്ഷെ ആത്മാവിന്ന് പകൽ ദൂത് പറയുന്നു, നീ ആ കുഞ്ഞിനെ ഓർത്ത് ചൈതന്യപ്പെടും. ആ കുഞ്ഞിനെ ഓർത്ത് ചൈതന്യപ്പെടും. അതെ അമ്മ അപ്പ ആത്മാവ് ദൂത് പറയുന്നു, മക്കളെ ഓർത്ത് കരയുന്നൊരു കാലം മാറിയിട്ട് മക്കളെ ഓർത്ത് സന്തോഷിക്കുന്ന ചൈതന്യപ്പെടുന്നൊരു കാലം വരിക. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ കരയുന്ന ഒരു സ്റ്റേജാണ്, സീസണാണ് എനിക്ക്. ഇന്ന് ഞാൻ കുഞ്ഞിനെ ഓർത്ത് കരയുന്നൊരു സീസണാ. എന്നാൽ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ചൈതന്യപ്പെടുന്നൊരു കാലം എനിക്ക് വരും. വിശ്വാസത്താൽ അത് സ്വീകരിക്കുന്നവർ ഇരു കര ഉയർത്തി പറ, എൻ്റെ കുഞ്ഞിന് കരയുന്ന കാലം മാറും. മാറും 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 അത്രക്ക ശകന മാറും 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 മാറും. കരഞ്ഞ ഒരു പരുവമായി മക്കളെ ഓർത്ത് ഉപവസിച്ച് ഒരു കോലമായി, ഉപവസിച്ച് ഇപ്പോൾ അസിഡിറ്റിയായി. ആത്മാവ് പറയുന്നു, നീ മക്കളെ ഓർത്ത് ചൈതന്യപ്പെടുന്ന ഒരു കാലം വരോ. അതേ, മക്കളെ ഓർത്ത് കരയുന്നവരെ എൻ്റെ മുഖമാര് ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിറയെ ദുഃഖത്തോടെ യോഗം കണ്ട ഏറ്റവും വലിയ വിലാപയാത്ര കഴിച്ചത് യാക്കോബിനാ. ജോസഫ് അവൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു. എങ്ങനെ അടക്കം നടക്കുമെന്ന് ചിന്തിച്ചിടത്ത് ഏറ്റവും വലിയ അടക്കം നടന്നൊരു കാലം. എൻ്റെ ദൈവം കാലം മാറ്റുക. എനിക്ക് ആരെങ്കിലും വന്നാൽ ആരാ ഉള്ളത്? എൻ്റെ മക്കളെ എടുത്തില്ല. തമ്പുരാൻ പറയുന്നു, നിൻ്റെ കാലത്തെ ദൈവം മാറ്റുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ട് മക്കളെ ഓർത്ത് കരയുന്നവരെ കാലം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി പറ, എൻ്റെ സീസണെ ദൈവം മാറ്റും. അതെ, ജോസഫിനെ നാം കാണുകയാണ്. ജോസഫ് കാരാഗ്രഹത്തിലാണ്. 30-ാമത്തെ വയസ്സിൽ നോക്കൂ, ജോസഫ് എന്ന വ്യക്തി ഫറവോയുടെ കൊട്ടാരത്തിൻ്റെ അധിപതിയായി. കാലം മുമ്പോട്ട് പോകുന്നു. പാണ്ഡികശാലകൾ, ക്ഷാമം, ശേഖരണം, രോഗം മുഴുവൻ വന്നു. പാണ്ഡികശാലകൾ തുറന്നു. എല്ലാം കുറച്ച് പേരുണ്ട്, എപ്പോഴും ഉണ്ടത്. ഏത് മാസയോഗത്തിലുമുണ്ട്, ഏത് കല്യാണത്തിലുമുണ്ട്. പിടിച്ചു വിളമ്പണം, കൊടുക്കരുത്. കാരണം അങ്ങനെ അവസാനം മിച്ചം വരും, കളയാൻ ചെയ്യും. ചില സ്വഭാവമാണ്. പക്ഷെ ജോസഫ് ഇങ്ങനെ അങ്ങ് കൊടുക്കുക. ജോസഫ് കൊടുത്തപ്പോൾ ആരോ പറഞ്ഞു പിടിച്ചു വെക്കണം. ജോസഫ് പറഞ്ഞില്ല, പിടിച്ചു വെക്കത്തില്ല. എന്താ കാര്യമോ? ഞാൻ ഭക്ഷണത്തിന് ജയിലറെ കിടക്കുമ്പോൾ മണിയടിക്കുമ്പോൾ ചെന്ന് ഇരിക്കണം. വയറ് നിറച്ച് കിട്ടത്തില്ല. ഞാൻ ഭക്ഷണത്തിന് ക്യൂ നിന്നൊരു കാലമുണ്ട്.
ഇന്ന് ക്യൂ നിൽക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാലമുണ്ട്. ക്യൂ നിൽക്കാനൊരു കാലമുണ്ടെങ്കിൽ ക്യൂ നിൽക്കുന്നവർക്ക് കൊടുക്കാനൊരു കാലമുണ്ട്. വായ്പ വാങ്ങാനൊരു കാലം, വായ്പ കൊടുക്കാനൊരു കാലം. കരമുയർത്തി സ്വീകരിച്ച് പറഞ്ഞേ, കാലം മാറ്റും. വായ്പ വാങ്ങാനൊരു കാലം, ക്യൂ നിൽക്കാനൊരു കാലമുണ്ടെങ്കിൽ ക്യൂ കൊടുക്കാനൊരു കാലമുണ്ട്. മുമ്പോട്ട് പോകട്ടെ. അവൾ സുന്ദരിയായിരുന്നു, പക്ഷെ അവൾ ചെറുപ്പത്തിലെ വിധവയായിപ്പോയി. ചെറുപ്പത്തിൽ വിധവയായിട്ടും അവൾ അമ്മായിമ്മയെ കളഞ്ഞില്ല. അങ്ങനെ അമ്മായിമ്മയും മരുമകളും കൂടെ ഒരുമിച്ച് ജീവിച്ചു. കാലം മുമ്പോട്ട് പോയി. അവളൊരു കാലത്ത് ചെന്നിട്ട് ചോർത്തു, ഞാൻ കാല പറക്കിക്കോട്ടെ. കാല എന്താ അർത്ഥം? അന്ന് നെല്ലുണ്ട്, പക്ഷെ ഇന്ന് നെല്ലില്ല. അന്ന് നെല്ല് അരികു ചേർത്ത് കൊയ്യത്തില്ല. അഗതികൾക്കും അശരണർക്കും പരദേശികൾക്കും വേണ്ടി അവൾ ചോദിച്ച്, ഞാൻ കാല പറക്കിക്കോട്ടെ. നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാ കല്യാണത്തിനും പണ്ട് വരും സാരിയൊക്കെ ഇടത്തോട്ട് ചുറ്റിയവർ, പിന്നെ പ്ലാസ്റ്റിക് കുപ്പി പറക്കാൻ വരുന്നവർ. ഇതേ ഒരു റേഞ്ചിൽ വന്നൊരു പെൺകുട്ടി ചോദിച്ചു, അവൾ ചെറുപ്പത്തിൽ വിധവ, കാല പറക്കിക്കോട്ടെ. ദൈവം കാലം മാറ്റി. ആ കാലയുടെ ഉടമസ്ഥയായി. ഒടുവിൽ യേശു കർത്താവിൻ്റെ വല്യമ്മച്ചിയായി. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം കൊടുത്ത് രൂത്തിൻ്റെ കാലം മാറ്റിയവർ. അതേ, ദൈവം കാലം മാറ്റി. അവൾ അനാഥ കൊച്ചു പെണ്ണ്, മനോഹര രൂപിണി, സുന്ദരി പെണ്ണ് അനാഥയായി എന്ത് ചെയ്യും? സനാഥരെ വെറുതെ വിടാത്ത ലോകത്തിൽ അനാഥയ്ക്ക് ആരാശ്രയം കൊടുക്കും? അവൾ അനാഥപ്പെട്ടു പോയി. അവിടെ ഒരു കസിൻ തീരുമാനിച്ചില്ല, അനാഥ പെണ്ണിനെ ഞാൻ നോക്കിക്കോളാം. മൊർദെഖായി. അവൾ ചെറുപ്പത്തിൽ അനാഥ, പക്ഷെ ഒടുവിൽ നാം കാണുന്നു യൗവനത്തിൽ രാജ്ഞി. അവിടെ പേര് എസ്തേർ. ചെറുപ്പത്തിൽ അവൾ അനാഥ, യൗവനത്തിൽ അവൾ രാജ്ഞി. ഏലിയാവ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മരിക്കണം, ഇപ്പം ചാകണം, ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല. പക്ഷേ ചൂരച്ചെടിയിൽ തണവിൽ കിടത്തിയവനെ ആഹാബിൻ്റെ രഥത്തിൽ മുമ്പേ ഓടിച്ചു. ചാകാൻ ആഗ്രഹിച്ച ഏലിയാവ് ഇന്നും ചത്തിട്ടില്ല. മരണം കാണാതെ എടുക്കപ്പെട്ടു. ആത്മഹത്യ ചിന്തിക്കുന്നവരെ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ലോറി കയറി ഇറങ്ങിയാൽ തമ്പുരാൻ എടുക്കാൻ അനുവദിക്കത്തില്ല. ആത്മഹത്യ ആഗ്രഹിച്ചൊരു കാലം, രഥത്തിൻ്റെ മുമ്പിൽ ഓടിച്ച കാലം, ഒടുവിൽ മറുരൂപം പോലെ കൊണ്ട നിർത്തിച്ചൊരു കാലം. എൻ്റെ ദൈവം കാലം മാറ്റും. ഇനിയും ഈ കാലമെല്ലാം മാറും. നമ്മൾ കാലമെല്ലാം കഴിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയെ മറയും. കരങ്ങൾ ഉയർത്തി. കാലം മാറ്റുന്ന ദൈവം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയുന്നൊരു കാലമുണ്ട്. കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുടെ ഒരു കാലമുണ്ട്. പുഞ്ചിരിയുടെ ഒരു കാലമുണ്ട്. എനിക്കത് അയച്ചു തന്നത് ചെറുപ്പത്തിലെ വിധവയായൊരു സഹോദരിയാണ്. പിന്നെ അവൾ കടന്നുപോയത് മുഴുവൻ വേദനയുടെ വാക്കുകളിൽ. ആ സഹോദരി എനിക്കൊരു ലിങ്ക് അയച്ച് ഓപ്പൺ ആക്കിയപ്പോൾ ഈ പാട്ടാണ് അയച്ചത്. ആ സഹോദരി ആയതുകൊണ്ട് ഹൃദ്യമായി തോന്നി. അതെ, ഈ കാലത്തിനപ്പുറം ഒരു കാലമുണ്ട്. കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം. മക്കളെ ഓർത്ത് കരയുന്നവരെ, മക്കളെ ഓർത്ത് ചൈതന്യപ്പെടുന്നൊരു കാലം വരും. ക്യൂ നിൽക്കുന്നവരെ, രോഗത്തിനൊരു കാലം. ആശുപത്രിയും ഒന്നു മാറി രോഗം. പ്രവചിച്ച് പറയട്ടെ, ഈ ആരാധനയിൽ രോഗത്തിൻ്റെ സീസണെ അറസ്റ്റ് ചെയ്യുക. ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ സീസൺ, അപ്പൻ അമ്മ ഇപ്പം മക്കളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ആ സീസണെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ആരോഗ്യത്തിൻ്റെ ഒരു സീസണെ കൽപ്പിക്കുന്നു. ശണ്ടയുടെ കാലം യേശുവിന്റെ നാമത്തിൽ സഭകൾക്കകത്ത് ഹല്ലേലൂയ ശണ്ടയുടെ ഒരു ശബ്ദം കേൾക്കാത്ത പോലെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ കരമുയർത്തി പ്രാർത്ഥിച്ചാട്ട് എല്ലാ ശണ്ടയുടെ കാലം മാറട്ടെ. ചില പ്രാദേശിക സഭകളിൽ എപ്പോഴും വഴക്ക്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വെളിപ്പെടുന്നു. മാറ്റേണ്ടതിനെ മാറ്റേണ്ടേ, നീക്കേണ്ടതിനെ നീക്കി. തമ്പുരാനെ രഹബോത്ത് വെളിപ്പെടണോ. കോവിഡാനന്തര ആത്മീയ ഉണർവിൽ ശണ്ടയുടെ ശബ്ദമല്ല കേൾക്കേണ്ടത്, സ്തുതിയുടെയും സ്തോത്രത്തിന്റെയോ ശബ്ദം മുഴങ്ങട്ടെ. ഇരു കരങ്ങളും ഒരിക്കലൂടെ ശിരസിന് മുകളിൽ ഉയർത്തി അല്പനേരം ചേർത്ത് ആഘോഷത്തോടെ അടിച്ചു പറ, രോഗത്തിന്റെ സീസൺ അറസ്റ്റ് ആകട്ടെ. കാലം മാറ്റോ.
ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും ഒന്നൊരു കാലമുണ്ട്. ആ ലൈനുകൾക്കൊപ്പം തന്നെ പ്രിയ ജേക്കബ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയെ പറ്റി ചില മിനിറ്റുകൾക്കകത്ത് നമ്മോട് സംസാരിക്കാൻ തുടർന്ന് കർത്താവ് ദാസൻ ചാൾസ് പാസ്റ്റർ. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമൊണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയും ഉണ്ടതെന്നതോർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് ഓർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയും ഉണ്ടതെന്നതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയും ഉണ്ടതെന്നതോർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ട് ഓർക്കണം. മാനത്തെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവസനത്തിനകത്ത് എല്ലാ രോഗത്തിന്റെ ആത്മാവും എല്ലാ വ്യാപരിക്കുന്നത് ജീവന്റെ ശക്തിയാണല്ലോ, ജീവന്റെ സുവിശേഷമാണല്ലോ. ഇപ്പോൾ തന്നെ വ്യക്തികളിലേക്ക് രോഗസൗഖ്യം വ്യാപരിക്കണമേ. ആ സീസണെ മാറ്റുന്ന ദൈവപ്രവൃത്തി വ്യക്തികളിൽ നടക്കട്ടെ കർത്താവേ. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയുന്ന ഒരു കാലമുണ്ട്. ഈ ഗാനം പാടുമ്പോ ദൈവിക രോഗസൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. നിന്റെ കുറുമ്പ്രാവിനെ എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ച് നിന്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവമേ, ഇപ്പോൾ ആ സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ വ്യസനഹേതുവാകാതെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപ. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് ഓർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയും ഉണ്ടതെന്ന്